നമസ്കാരം, വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സാറേ നമസ്കാരം. സാർ, ഇന്ന് ഹിന്ദുവിൽ ഒരു വലിയ ഖേദപ്രകടനം വന്നിട്ടുണ്ട്. കാരണം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഹിന്ദുവിന് നൽകിയ അഭിമുഖം, അതിൽ അദ്ദേഹം പറയാത്ത ചില കാര്യങ്ങളൊക്കെ കയറി വന്നിട്ടുണ്ടെന്നും അതിൽ ഞങ്ങൾ നിരുപാധികം ഖേദം പ്രകടിപ്പിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം മലപ്പുറവുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ വലിയ രീതിയിൽ വിവാദമാവുകയും അത് വലിയ വർഗീയ ചേരിതിരിവുകൾക്ക് കാരണമാവുകയും ചെയ്യും എന്നൊക്കെ മനസ്സിലാക്കിയ ഉടനെ തന്നെയാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള PM മനോജ് ഹിന്ദുവിന് ഒരു റിക്വസ്റ്റ് കൊടുക്കുകയും അതിനെ തുടർന്നാണ് ഹിന്ദു അത് ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അതിലേറെ രസകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിന്ദു പത്രത്തിൻ്റെ ചില വിശദീകരണങ്ങളാണ്. അത് PR ഏജൻസിയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഇദ്ദേഹം ഈ ഒരു ഹിന്ദുവിൽ വന്നിട്ടുള്ള ഈ ഒരു അഭിമുഖം ഇദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ റീബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണോ എന്ന് പോലും സംശയിക്കേണ്ടി വരുന്നു. ഇപ്പോൾ ഈ ഹിന്ദു ഖേദം പ്രകടിപ്പിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഇമേജ് കൂടുമോ? അല്ല, ഈ മുഖ്യമന്ത്രിയുടെ ഇമേജ് കൂടില്ല എന്ന് മാത്രമല്ല, ഇതിലാകെ നമ്മൾ അറിയേണ്ടത് ഈ ഞാനോ സിബിയൊന്നല്ല ഈ വാർത്തയിൽ അഭിമുഖം കൊടുക്കുന്ന ആൾ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ അഭിമുഖം എടുക്കുന്നത് ഹിന്ദു പോലുള്ളൊരു പത്രം വളരെ ഒരിക്കൽ പോലും തെറ്റുപറ്റാത്ത രീതിയിലാണ് എല്ലാ വാർത്തകളെയും, അത് ചെറിയ വാർത്തയായാലും ശരി വലിയ വാർത്തയൊക്കെ അവർ സമീപിക്കുന്നത്. അപ്പോൾ PR ഏജൻസിയാണ് നടത്തിയതെന്ന് പറയുന്നത്. എന്തിനാണ് പ്രസ് സെക്രട്ടറി? മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയുടെ ചുമതല എന്താണ്? മുഖ്യമന്ത്രിക്ക് വേണ്ടി അഭിമുഖം തയ്യാറാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് കൃത്യമായി വായിച്ചു നോക്കി ഒക്കെ പറഞ്ഞതിന് ശേഷം മാത്രമേ പ്രസിദ്ധീകരിക്കുകയുള്ളൂ. അപ്പോൾ ഒരിക്കൽ പോലും ഓടിച്ചാടി വന്ന് മുഖ്യമന്ത്രിയുടെ ഒരു ഇൻ്റർവ്യൂ എടുത്ത് ഏതെങ്കിലും ഒരു PR ഏജൻസി എടുത്തിട്ട് അത് വാർത്തയാക്കുന്ന പരിപാടി യഥാർത്ഥത്തിൽ ഹിന്ദുവിലില്ല. എന്തിനേറെ കേരളത്തിൽ ഒരു പത്രങ്ങളിലും ഇല്ല. യഥാർത്ഥത്തിൽ ഇതെന്താ സംഭവിച്ചത്? PV അൻവർ ഇന്നലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധമായി എടുത്തതാ ഹിന്ദു പത്രത്തിൽ വന്ന മുഖ്യമന്ത്രിയുടെ അഭിമുഖമാണ്. ആ അഭിമുഖത്തിൽ എന്താ പറഞ്ഞത്? മലപ്പുറം ജില്ലയിൽ വലിയ രീതിയിൽ കള്ളക്കടത്ത് നടക്കുന്നു, സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു, അതുപോലെ തന്നെ വലിയ രീതിയിൽ ഹവാല പണം വരുന്നു. ഇങ്ങനെ വരുന്ന പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ആരാ ഇത് പറയുന്നത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് ഇത് പറയുന്നത്. ആലോചിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഈ അഭിമുഖങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് ഒരു രീതിയുണ്ട്. ഇത് സാധാരണക്കാരായ ആളുകൾക്ക് ഒരുപക്ഷെ അറിയില്ലായിരിക്കാം. പക്ഷേ എന്തിനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ? ഇപ്പം PM മനോജ് എന്ന് പറയുന്നത് ലബ്ധപ്രതിഷ്ഠനായ വലിയ പത്രപ്രവർത്തകനാണ്. സാറേ, കാര്യം പറഞ്ഞോളൂ. PM മനോജിനെ കുറിച്ച് പറയുമ്പോൾ ഈ PM മനോജിനെ സംബന്ധിച്ച് വാട്സപ്പിൽ വരുന്ന വസ്തുതകൾ അത് ആധികാരികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചാനലുകളിൽ വന്ന് ചർച്ച ചെയ്യുന്നൊരു വലിയ മഹാനും കൂടിയാണെന്ന കാര്യം മറക്കല്ല. എനിക്ക് PM മനോജായിട്ട് കഴിഞ്ഞ ഒരു കാൽനൂറ്റാണ്ടിൻ്റെ ബന്ധമുള്ള ആളാണ്. കാൽനൂറ്റാണ്ടിലേറെ ബന്ധമുള്ള ഒരാളാണ് PM മനോജ്. കണ്ണൂരുകാരനാണ്. ദീർഘകാലം ദേശാവൻ്റെ അസോസിയേറ്റ് എഡിറ്ററും ഒക്കെ ആയിരുന്ന ആളാണ്. അദ്ദേഹം കേരളത്തിൽ തന്നെ പ്രഗത്ഭനായ പത്രക്കാരിൽ ഒരാളാണ്. അത് ഈ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തിൻ്റെ ആ ഘട്ടത്താണല്ലോ അദ്ദേഹത്തിൻ്റെ പ്രസ് സെക്രട്ടറി ആയി മാറുന്നത്. ഇപ്പം മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വലിയ ഭാരിച്ച ചുമതലയുള്ളൊരു ആളാണെന്ന് മനസ്സിലാക്കണം. അപ്പം പ്രഭാവർമ്മ ഒരു ഭാഗത്തുണ്ട്, പ്രസ് സെക്രട്ടറി ആയിട്ട് ഇദ്ദേഹമുണ്ട്. അപ്പം ഈ സംവിധാനങ്ങളിലൂടെ മാത്രമാണ് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഏത് റിലീസും കടന്നു പോകുന്നത്. മുഖ്യമന്ത്രി എന്ത് പറയണം, എവിടെ എന്ത് പ്രസംഗിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് പത്രത്തിൽ ഏത് തരത്തിൽ വാർത്ത വരണം, അതുപോലെ PRD ത്രൂ എന്ത് വാർത്തകൾ പുറത്തു പോകണം, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എന്തൊക്കെ പുറത്തു പോകണം എന്നൊക്കെ കൃത്യമായി പരിശോധിക്കാനും അതിൽ മറ്റ് തെറ്റുകളൊന്നും കടന്നുകൂടിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്താനും ചുമതലപ്പെട്ട ആളുകളാണിവർ. അതുകൊണ്ട് PM മനോജ് ഈ രണ്ടാമത്തെ ദിവസം ഹിന്ദുവിൽ ഈ അഭിമുഖം അച്ചടിച്ചു വന്നതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഈ ഹിന്ദു എഡിറ്റർക്ക് ഒരു കത്തയക്കുന്നത് വിവാദമായതിനു ശേഷം. അപ്പം മുഖ്യമന്ത്രി ഒരിക്കൽ പോലും പറയാത്ത ചില ഭാഗങ്ങൾ അതിൽ കടന്നുകൂടിയെന്നും മലപ്പുറം ജില്ലയെ എന്താണ് പൊള്ളിയത്? മലപ്പുറം ജില്ലയെ മൊത്തത്തിൽ അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മലപ്പുറം ജില്ലയിൽ ആരാണ് ഏറ്റവും കൂടുതലുള്ളത്? ഇവിടെ അരിയാഹാരം കഴിക്കുന്നില്ല. കോഴിക്കോട് ജില്ലയിൽ കരിപ്പൂർ വിമാനത്താവളത്തെ നമ്മൾ കോഴിക്കോട് എയർപോർട്ട് എന്നാണ് സാധാരണ പറയുന്നത്. അതെ, പക്ഷേ മലപ്പുറം ജില്ലയിൽ, അതായത് മലപ്പുറം ജില്ലേൻ്റെ ഒരു ഭാഗത്ത് കൊണ്ടോട്ടിയിലാണ് യഥാർത്ഥത്തിൽ ഈ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും കരിപ്പൂർ എന്ന സ്ഥലത്താണ് ഈ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ കരിപ്പൂർ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്ന ആളുകളൊക്കെ ഇല്ലെങ്കിൽ ഈ പണം, ഇവിടുത്തെ ഹവാലയായിട്ട് വരുന്ന പണവും അതുപോലെ തന്നെ അവിടെ വന്നിറങ്ങുന്ന സ്വർണവും അവിടുന്ന് പിടിക്കപ്പെടുന്ന സ്വർണവും ഒക്കെ ഒരു ജനവിഭാഗത്തിന് വേണ്ടിയാണെന്ന്, അല്ലെങ്കിൽ മലപ്പുറത്ത് മാത്രമുള്ള ആളുകളാണ് അത് ഈ ഹവാല പണമായിട്ടൊക്കെ ഉപയോഗിക്കുന്നതെന്നൊക്കെ പറയുന്നത് എന്താ അർത്ഥമുള്ളത്? അപ്പോൾ ഇത് കൃത്യമായി ടാർഗറ്റ് ചെയ്ത് PV അൻവറിന് യഥാർത്ഥത്തിൽ ഈ കള്ളക്കടത്ത് സംഘവുമായും ഹവാല ടീമുമായൊക്കെ വലിയ ബന്ധമുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ പിറകിൽ ഇത്തരത്തിലുള്ള ഈ അധാർമിക പ്രവർത്തനം നടത്തുന്ന ഒരു വലിയ ടീമാണ് ഉള്ളതെന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം AK ബാലനൊക്കെ പറഞ്ഞെന്താണ്, അല്ലെങ്കിൽ ഗോവിന്ദ മാഷ് പറഞ്ഞെന്താണ്, SDPIയും അദ്ദേഹത്തിന് അതുപോലത്തെയുള്ള ഈ ജമാഅത്ത് ഇസ്ലാമിയായിട്ടും അദ്ദേഹത്തിലുള്ള മുസ്ലിം വർഗീയ ശക്തികളുമായിട്ട് വലിയ ചങ്ങാത്തമുണ്ട്, വർഗീയ ശക്തിയായിട്ട് ചങ്ങാത്തമുണ്ട് എന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞിരിക്കുന്നു. AK
കെ ബാലൻ പറഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും പറയാതെ പറഞ്ഞ എന്താണ്, ഇദ്ദേഹം ഈ മലപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന മുസ്ലിം തീവ്രവാദികളുടെ ഫണ്ടിങ് ഏജൻസിയാണ് എന്ന് പറഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത് ഉപയോഗിച്ചത്. അപ്പോൾ അൻവറിനെ രാഷ്ട്രീയപരമായിട്ട് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അൻവർ ഉയർത്തിയിരിക്കുന്ന വിവിധങ്ങളായ ആരോപണങ്ങളെ കൃത്യമായ ഭാഷയിൽ മറുപടി പറയാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ നാട്ടിൽ പറയല്ലോ ഈ തോപ്പിക്കുക എന്നുള്ളത്. അപ്പൊ ഒന്നും പറ്റാത്ത വരുന്ന സമയത്ത് മറ്റെന്തെങ്കിലുമൊക്കെ ന്യായങ്ങൾ പറഞ്ഞ് ഈ അൻവറിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയും അല്ലെങ്കിൽ അൻവറിനെതിരെ കേരള മനസാക്ഷിയെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ശ്രമം. അൻവർ നടത്തുന്ന മാർക്കാന്നി സ്പീച്ചാണ്. ഈ മാർക്കാന്നി സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര അർത്ഥമുള്ള സംഭവമാണ്. ഓരോ വാക്കുകളും അദ്ദേഹം വളരെ ശ്രദ്ധയോടുകൂടിയാണ് പിണറായി വിജയനെതിരെ ഉപയോഗിക്കുന്നത്. അദ്ദേഹം പ്രിപ്പയർഡ് ആയിട്ടാണ് സംസാരിച്ചത്. ഓരോ സ്ഥലത്ത് സംസാരിക്കുമ്പോഴും വളരെ പ്രിപ്പയർഡ് ആയിട്ടാണ് അദ്ദേഹത്തിന് സംസാരം വരുന്നത്. പക്ഷെ പ്രിപ്പയർഡ് സ്പീച്ചും അദ്ദേഹം അത് ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നു. അത് അപ്പോൾ അദ്ദേഹം പറയുന്നതാണ് എന്നൊരു തോന്നൽ വരുത്താൻ വേണ്ടിയിട്ട് വളരെ എന്തുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും MR അജിത് കുമാറിനെതിരെയും പിന്നെ ഇപ്പോൾ പിണറായി വിജയനെതിരെയും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസിനെതിരെയൊക്കെ വരുന്ന ആരോപണങ്ങൾക്ക്, ഗോവിന്ദ മാഷ്ക്കെതിരെ വന്ന ആരോപണങ്ങൾക്ക് പോലും കൃത്യമായി മറുപടി പറയില്ല. കാരണം ഗോവിന്ദ മാഷ് പാവമാണെന്നും അദ്ദേഹത്തിന് യാതൊരു രക്ഷയില്ല ഇതിൽ പ്രതികരിക്കാനെന്നും പറഞ്ഞിട്ടുണ്ട്. ഗോവിന്ദ മാഷ് യഥാർത്ഥത്തിൽ എത്രത്തോളം ദുർബലരായ പാർട്ടി സെക്രട്ടറി ആണ് എന്ന് പറയാതെ പറയുകയാണ് PV അൻവർ ചെയ്തത്. ഇതിലൊന്നും മാഷിക്ക് കൃത്യമായി മറുപടിയില്ല. പാർട്ടിയിൽ പല ഉന്നത നേതാക്കന്മാർക്കും പിണറായി വിജയന്റെ മുന്നിൽ നിന്ന് ഒരു കാര്യം പോലും പറയാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്ന് ഈ പാർട്ടിയിൽ നിന്നോ. അവിടെ ഒരു ജനാധിപത്യവും ഇല്ല, ഒന്നുമില്ല. ചങ്ങലക്കിട്ട നേതാക്കന്മാരാണ് എന്ന് പറയുന്നത്. നല്ല കാണുമ്പൊക്കെ കറക്റ്റായിരിക്കും, പക്ഷെ കാലിൽ ചങ്ങലയിട്ട് എന്നാ പറഞ്ഞത്. ഇത്തരത്തിൽ വളരെ ദയനീയാവസ്ഥയിലാണ് ഇവിടുത്തെ പാർട്ടിയുടെ നേതാക്കന്മാർ എന്ന് പറഞ്ഞു വെക്കുന്നു. അതുപോലെ തന്നെ P ശശിയെ കുറിച്ചിട്ട് അദ്ദേഹം ഇന്ന് വീണ്ടും വലിയ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹം പാർട്ടി പിന്നെ ഒക്കെ അപ്പുറത്തേക്ക് അദ്ദേഹം P ശശി പറഞ്ഞിരിക്കുന്നത് മറ്റേ PV അൻവറിനെതിരെ നിയമ നടപടി സ്വീകരിക്കും, അത് പാർട്ടിയുമായി കൂടിച്ചേർന്നുകൊണ്ട് ആലോചിക്കുന്നത്. അപ്പൊ പാർട്ടി ആണല്ലോ അദ്ദേഹത്തിന് അവിടെ നിയമിച്ചിരിക്കുന്നത്. അപ്പൊ പാർട്ടി റൂട്ടിലൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് പാർട്ടി റൂട്ടിലൂടെ. പക്ഷേ ഇന്ന് ആരോപിച്ചിരിക്കുന്ന ഗുരുതരമായ ആരോപണമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരുന്ന പല സ്ത്രീകളുടെയും ഫോൺ നമ്പറുകൾ സംഘടിപ്പിച്ച് അവരെ വിളിച്ച് അവരെ ഉപദ്രവിക്കുന്ന രീതിയുണ്ടെന്നാണ്. ഇത് കഴിഞ്ഞ ദിവസം കൊടുത്ത അദ്ദേഹത്തിന് P ശശിക്കെതിരെ കൊടുത്തിരിക്കുന്ന പാർട്ടി കൊടുത്തിരിക്കുന്ന പരാതിയിലും അൻവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെന്ന് അൻവർ പറയുന്നത്. വെറുതെ പറയില്ല, തെളിവുകളില്ലാതെ അൻവർ പറയില്ല. കാരണം അൻവർ ഇപ്പം കള്ളക്കടത്ത് സംഘത്തെ നടക്കുന്നു പിടിച്ച സ്വർണത്തിന്റെ പാതി പോലീസുകാർ അടിച്ചുകൊണ്ട് പോയി എന്നുള്ളത് അൻവർ ഒരിക്കലും വെറുതെ വാവിയൊക്കെ പറയുന്നില്ല. എല്ലാ ആളുകളെയും പോയി കണ്ട് അദ്ദേഹത്തിന്റെ ആയ രീതിയിൽ തെളിവെടുപ്പ് നടത്തിയിട്ടാണ്. ഇപ്പൊ മാമി കേസിലായാലും ശരി, ഇപ്പൊ പാനൂരിൽ ഒരു പയ്യൻ മരിച്ചുമായി ബന്ധപ്പെട്ടുള്ള മയക്കുമരുന്ന് മാഫിയക്കെതിരെ അദ്ദേഹം ഇന്നലെ ഒരു അടി അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റിഹാൻ എന്ന് പറഞ്ഞൊരു പയ്യൻ മരിച്ചുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് എന്തെങ്കിലും ആരോപണം ഉന്നയിക്കുന്നത് തീർച്ചയായും അതിന്റെ പൂർണ്ണമായ രേഖകൾ കൈവശപ്പെടുത്തിയതിനു ശേഷം മാത്രമാണ്. അപ്പം ഇതൊക്കെ പറയുമ്പോഴും ആഭ്യന്തര വകുപ്പിലെ ചില ആളുകൾ, ചില പോലീസ് ഓഫീസർമാർ അൻവറിന് ചില രേഖകൾ ചോർത്തി കൊടുത്തിരിക്കുന്നു എന്നുള്ളതിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അൻവർ ഒരു കേസിലും ഇപ്പം എന്താണ് സന്ദീപ് ആനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ചുമായി ബന്ധപ്പെട്ടുള്ള ഫയൽ ആര് മുക്കി? P ശശി മുക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. P ശശി അതിനെല്ലാം മറുപടി പറയുന്നത്. P ശശി അതിന് പകരം പറയുന്നത് എന്താണ്? ഞാൻ കേസ് കൊടുക്കുന്ന, ഞാൻ പാർട്ടിയായിട്ട് ആലോചിച്ചിട്ട് കേസ് കൊടുക്കുന്ന പറയുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി എന്താണ് പറയുന്നത്? ഹവാല പണം കൊണ്ടുവരുന്നു, ഈ സ്വർണ്ണക്കടത്ത് മാഫിയായിട്ട്. ഏറ്റവും വലിയ ഗൗരവകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ ആളുകളും ഡിപ്പെൻഡ് ചെയ്യുന്ന കേരളത്തിന്റെ ഭരണത്തിന്റെ അവസാന വാക്കാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. ആ മുഖ്യമന്ത്രിയുടെ അടുത്തേക്കൊക്കെ പരാതി പറയാൻ വേണ്ടി വരുന്ന സ്ത്രീകളുടെ നമ്പർ മേടിച്ച് അവരെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ആരോപണത്തിൽ വസ്തുതയുണ്ടെങ്കിൽ ഈ പാർട്ടിയും P ശശിയും ഈ പറയുന്ന മുഖ്യമന്ത്രിയും പിന്നെ ഇവിടെ ഭരണത്തിലിരുന്നിട്ടോ അല്ലെങ്കിൽ ഈ പാർട്ടിന് കേരളത്തിൽ പ്രവർത്തിച്ചിട്ടോ കാര്യമില്ല. കാരണം ഒരു സ്ത്രീ ഒന്ന് ആലോചിച്ച് നോക്കി. കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ എത്രയോ സിനിമാ നടിമാർ അല്ലെ ഈ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി അവിടെ എത്തുന്നു. അവരുടെയൊക്കെ നേരെയാണ് ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുള്ളത് എങ്കിൽ, അതല്ല അവിടെ വരുന്ന ആലംബഹീനരായിട്ടുള്ള ഈ സാധാരണ സ്ത്രീകൾക്ക് നേരെയാണ് ഇദ്ദേഹത്തിന്റെ കാമലീലകൾ നടന്നിട്ടുള്ളത് എങ്കിൽ, ഉപദ്രവങ്ങൾ നടന്നിട്ടുള്ളത് എങ്കിൽ, ഇദ്ദേഹത്തിനെതിരെയൊക്കെ എന്തിനാണെന്ന് പിന്നെ നമ്മൾ ഇനി മടിച്ചു നിൽക്കുന്നത്, ശങ്കിച്ചു നിൽക്കുന്നത്. അവിടെയാണ് വിഷയം. ഇപ്പൊ ഇത്തരത്തിൽ വളരെ ഗൗരവതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടും കഴിഞ്ഞ ദിവസം എന്താണ് MP ഗോവിന്ദൻ പറഞ്ഞത്? PV അൻവർ തന്ന പരാതിയിൽ ശശിക്കെതിരെ അത്തരത്തിലുള്ള ലൈംഗിക ആരോപണങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് പരസ്യമായിട്ട് പിന്നെ അൻവർ പറഞ്ഞിരിക്കുകയാണ്, പത്രക്കാരോട് ഇന്ന് വളരെ കൃത്യമായി രാവിലെ പറഞ്ഞെന്താണ്? P ശശിക്കെതിരെ ഇത്തരത്തിലുള്ള കൃത്യമായ ആരോപണങ്ങൾ ഞാൻ അടിവരയിട്ടതിൽ പറഞ്ഞിട്ടുണ്ട് പരാതിയിൽ. എന്തുകൊണ്ടാണ് പാർട്ടി അത് നിഷേധിച്ചത്? P ശശിക്ക് നേരത്തെ മുന്നേ എന്തിനാണ് P ശശിനെ നേരത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്? ഇതേ തരത്തിലുള്ള വിഷയങ്ങൾ, സമാനമായ വിഷയങ്ങളിൽ പെട്ട് പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായി പുറത്താക്കപ്പെട്ട ഒരു ആളാണ് P ശശി.
ഈ ശശി എങ്ങനെയാണ് വീണ്ടും, ഞാൻ പലപ്പോഴും നമ്മളെ വീഡിയോയിലൊക്കെ ഞാൻ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഇത്തരത്തിൽ പൂർണ്ണമായും ശശി ഒഴിവാക്കപ്പെട്ട് പാർട്ടിയിൽ നിന്ന് നിഷ്കാസനായ ശശി എങ്ങനെയാണ് വീണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വലിയ കരുത്തനായി മാറിയെന്നുള്ള ചോദ്യത്തിന് വലിയ ദുരൂഹതയുണ്ട്. CPM പോലുള്ള പാർട്ടിയിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഇത്തരത്തിലുള്ള ഈ ദുരൂഹത നീക്കാൻ വേണ്ടിയിട്ട് ഒറ്റയാക്കി അത് ബാധ്യതയുള്ളൂ. അത് മുഖ്യമന്ത്രിക്ക് മാത്രമാണ്. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് 40 വർഷമായിട്ട് എനിക്ക് അടുത്തറിയാവുന്ന ആളാണ് അല്ല, അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഗോവിന്ദ മാഷും പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, അദ്ദേഹത്തിന് ഒരുപാട് അറിയാം. അതുകൂടി നമ്മൾ ഇതിൽ പരിശോധിക്കേണ്ടത്. കേരളത്തിലുള്ള കണ്ണൂരിലെയും അതുപോലെ തന്നെ തിരുവനന്തപുരത്തെയും ഒരുപാട് സഹകർമാർക്ക് P ശശിയെ കുറച്ചുകൂടെ നന്നായിട്ട് അറിയാം. ഇത് ജസ്റ്റ് മുഖ്യമന്ത്രി ഒരു പത്രപ്രസ്താവന നടത്തിയാലോ, അല്ലെങ്കിൽ ഈ പറയുന്ന MP ഗോവിന്ദ മാഷ് ഒരു മാധ്യമ തോട് സംസാരിച്ചാലൊന്നും P ശശി വെള്ളം പൂശാൻ പറ്റില്ലെന്നേ. അതിനൊക്കെ ഒരു കണക്കുണ്ട്. അതുകൊണ്ട് കാക്ക വിളിച്ചാൽ കൊക്കാവില്ലല്ലോ, ശശി തന്നെ ആവുള്ളൂ. അവിടെയാണ് വിഷയം. അതുകൊണ്ട് ശശിയെ താങ്ങി സംഭവിക്കാൻ പോകുന്നതെന്നറിയാം. പിണറായി ശശിയാവും. അതായത് പാവി ശിവന് കേസ് പറഞ്ഞില്ലേ, അതായത് ശിവൻ പാപിയോട് ചേർന്നാൽ പാപി ശിവനോട് ചേർന്നാൽ ശിവനും പാപിയായിടും എന്നാണ് പറഞ്ഞത്. ഏതാ ഇപ്പൊ സംഭവിക്കാൻ പോകുന്നറിയാമോ? പിണറായി ശശിയോട് ചേർന്നിടാൽ എന്താ പിണറായി ശശിയായിടും എന്നുള്ളതാണ് ഇനി പുതിയ പ്രയോഗം വരാൻ പോകുന്നത്. അതുകൊണ്ട് അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്നുള്ളതാണ്. ഓരോ ദിവസവും അബദ്ധങ്ങളിലേക്കാണ് പോകുന്നത്. ഇപ്പൊ എന്താ പൊള്ളിയിരിക്കുന്നത്? ഹിന്ദുവിന്റെ ഇത് ഇന്റർവ്യൂ ഈ പറയുന്ന PV അൻവർ ഇന്നലെ അവിടെ മുതലക്കുളം മൈതാനിയിൽ, കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ വെച്ചിട്ട് വലിയ വിഷയമായി കൊണ്ടുവരികയും അത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് വരികയും ഇതേവരെ CPM-നോട് അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്ന പല മുസ്ലിം സംഘടനകളും മുഖ്യമന്ത്രിക്കെതിരെ വലിയ വാളുമായി വരുന്ന തുടങ്ങിയപ്പോഴാണ് ആഞ്ഞടിച്ചു തുടങ്ങിയപ്പോഴാണ് ഇത് അപകടമാണെന്ന് മനസ്സിലാക്കിയത്. പക്ഷേ ഇതിന്റെ പിന്നിൽ മറ്റൊരു ഇതും കൂടിയുണ്ട്. ഇതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താ അറിയാം, അതായത് ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായിട്ട് ഈ പലസ്തീൻ ഐക്യദാർഢ്യം നടത്തി കോഴിക്കോട്, അതുപോലെ തന്നെ ഏക സിവിൽ കോഡിനെതിരെ സെമിനാർ നടത്തി കോഴിക്കോട്. അപ്പോൾ എന്താണ്, എല്ലാ മുസ്ലിം സംഘടനകളും CPM ഒരുക്കിയ ഈ വേദിയിൽ വന്ന് അണിനിരുന്നു. അപ്പോൾ പിണറായി എന്താ വിചാരിച്ചെന്നറിയാം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ എല്ലാ ജില്ലകളിലും എല്ലാ മുസ്ലിം വോട്ടുകളും നമ്മുടെ പെട്ടിയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചു. അങ്ങനെയാണല്ലോ പൊന്നാനിയില് ഒരു മുസ്ലിം ലീഗിൽ നിന്ന് ചാടി വന്ന ഒരാൾക്ക് അവിടെ പാർട്ടി ചിഹ്നത്തിൽ അദ്ദേഹത്തിന് മത്സരിപ്പിച്ചു. ഇദ്ദേഹം എന്താ വിചാരിച്ചറിയാം, പൊന്നാനിയിൽ വലിയ രീതിയിൽ കുതിച്ചാട്ടം ഉണ്ടാവും, CPM-ന് മലപ്പുറത്ത് ഉണ്ടാവും എന്ന് വിചാരിച്ചു. എന്താ സംഭവിച്ചത്? എന്തിന് ഈ 4 ജില്ലകളിലും വലിയ തിരിച്ചടി കിട്ടിയപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് ഒരു കാര്യം മനസ്സിലായി, ന്യൂനപക്ഷം നമ്മുടെ കൂടെ ഇല്ലാന്ന്. അപ്പോൾ ഉണ്ടല്ലോ, അവിടുത്തെ ഒരാൾ കണ്ണൂരിട്ടുന്നുണ്ട്, ആലപ്പുഴയെന്ന്. ആര്? SNDP-ന്റെ ജനറൽ സെക്രട്ടറി കണ്ണൂരിട്ടാണ് പിണറായി നോക്കിയിട്ട്. അതെ, മുസ്ലിങ്ങൾക്ക് ഇത്രയും വലിയ സ്വീകാര്യത കൊടുക്കുകയും താക്കോൽ സ്ഥാനങ്ങളിലൊക്കെ ഈ പാർട്ടിയുടെ പല പ്രധാനപ്പെട്ട ഈ അധികാര സ്ഥാനങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഈ ബ്രാഞ്ച് കമ്മിറ്റി വോട്ട് മുകളിലേക്കുള്ള എല്ലാ കമ്മിറ്റികളിലും DYFI-യിലും ഒക്കെ നിങ്ങൾ മുസ്ലിങ്ങളെ കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കുന്നു, നിങ്ങൾ മുസ്ലിം വർഗീയത പ്രോത്സാഹിപ്പിക്കുന്നു, അതുകൊണ്ട് ഇത് പറ്റൂല, ഞങ്ങൾ ഇഴവരും ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ മുഖ്യമന്ത്രി മാറ്റി ചവിട്ടാൻ പോവാണ്. ഈ മാറ്റിച്ചവിട്ടലിന്റെ കൃത്യമായ സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഈ ഹിന്ദുവിൽ വന്ന ലേഖനം. മലപ്പുറം ജില്ല ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ എന്താ, ഞങ്ങൾക്ക് മുസ്ലിങ്ങളുമായിട്ട് ഇനി അധികം ബന്ധങ്ങൾ ഉണ്ടാവില്ല. ഇത്രയും കാലം ഞങ്ങൾ മുസ്ലിങ്ങളെ കുറച്ചും കൂടി പ്രോത്സാഹിപ്പിച്ചു. മുസ്ലിങ്ങൾ വർഗീയവാദികളാണ് എന്നും വിഘടന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ള രീതിയിലല്ലേ പുള്ളി സംസാരിച്ചത്. അതാണല്ലോ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് ഉപയോഗിച്ചു എന്ന് പറയുന്നത്. അങ്ങനെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് ആരാണ് ഉപയോഗിച്ചതെന്ന് അതിന് കൃത്യമായി മറുപടി പറയാനുള്ള ബാധ്യസ്ഥന ഒരാളാണ് ഇത്തരത്തിലൊരു ഇന്റർവ്യൂ കൊടുത്ത് തടിതപ്പി പോകുന്നെന്നുള്ളത്. കേരളത്തോടുള്ള വെല്ലുവിളിയല്ലേ അദ്ദേഹം നടത്തുന്നത്? കേരളത്തിലോട് കൃത്യമായി പറയണ്ടേ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ എന്താണ്, കേന്ദ്ര ഏജൻസികൾ എത്ര പേരുണ്ട്? ED ഉണ്ട്, എൻഫോഴ്സ്മെന്റ് NIA ഉണ്ട്, അങ്ങനെയുള്ള CBI ഉണ്ട്, എത്ര ഏജൻസികളുണ്ട്. ഇദ്ദേഹം ഈ കേസുകളെല്ലാം അപ്പം എന്ത് ചെയ്യണം, നിങ്ങൾ ഈ വിഷയങ്ങൾ മൊത്തം അപ്പം തന്നെ കേന്ദ്ര ഏജൻസിക്ക് വിടണം. ഞങ്ങൾക്കിത് പറ്റില്ല കേട്ടോ, ഇത് ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുകയാണ് മലപ്പുറത്ത് എന്ന് പറയണം. ഇത് അൻവറുമായിട്ട് തെറ്റുമ്പോൾ മാത്രമാണ് ഇത് പറയേണ്ടത്. അല്ലെങ്കിൽ അൻവർ അതിന്റെ കണ്ണിയാണെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് കെട്ടിപ്പിടിച്ച് കിടന്നവരായി ഇവര്. തീർച്ചയായിട്ടും. അപ്പൊ ഈ കെട്ടിപ്പിടിച്ച് കിടന്നവരെന്ത് വേണം, ഈ അൻവർ കുഴപ്പക്കാരനാണെന്ന് ഇയാൾ വർഗീയ ഇത്തരത്തിലുള്ള വിഘടന ശക്തികളുമായിട്ട് ബന്ധമുണ്ട്, അതുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ഒരു നോട്ട് ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ കേസെടുക്കൂലേ? അല്ലാണ്ട് അൻവർ കഴിഞ്ഞ 1 മാസക്കാലമായിട്ട് നിരന്തരമായി ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് വ്യക്തമായി മറുപടി കൊടുക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള ഈ ചപ്പടി വിദ്യയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഈ ചപ്പട വിദ്യയിലൊന്നും ഇനി കേരളത്തിലെ ആളുകൾ വിശ്വസിക്കില്ലെന്ന്. ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിയുണ്ട്. ഇവിടെയുള്ള ആളുകൾ എന്താ വേണം, പാമരന്മാരാണോ? അതൊക്കെ പണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ ആളുകളെല്ലാം ഈ സോഷ്യൽ മീഡിയൻ്റെയും ആധുനിക മീഡിയയുടെയൊക്കെ ന്യൂ മീഡിയൻ്റെയൊക്കെ കാലത്ത് എല്ലാ ആളുകളും കൃത്യമായി കാര്യങ്ങൾ വ്യക്തമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പിണറായി വിജയൻ്റെ
ഓരോ ദിവസത്തെ ഈ നീക്കങ്ങൾ മോശമായിക്കൊണ്ടിരിക്കുന്നു. ഒരാളുടെ ടൈം മോശമാകുമ്പോൾ അങ്ങനെയാണല്ലോ, തൊടുന്നെല്ലാം മോശമാണ്. ഏതൊക്കെയായാലും ഈ പോരാളി ഷാജിയുടെ അഡ്മിനാണ് ശ്രീ പി എം മനോജ് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ പൊതുസമൂഹത്തിൽ ഉയർന്നു നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ട്. ഏതൊക്കെയാലും പിണറായി വിജയൻ പിടിച്ച പുലിവാല് അത് നിസ്സാരമല്ല. ഏതൊക്കെയായാലും ഹിന്ദു ദിനപത്രം ഖേദം പ്രകടിപ്പിക്കുന്നതിലൂടെ കെട്ടടങ്ങുന്നതല്ല ഇത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.